ഈ സന്ദർഭം നിറഞ്ഞ സന്തോഷത്തിൻ്റെ, സ്തോത്രത്തിൻ്റെ വേളയാണ്. എത്രയോ പരീക്ഷകൾ എഴുതിയവർ, ഇൻ്റർവ്യൂകളിൽ അറ്റൻഡ് ചെയ്തവർ, ഒരുപാട് നൊമ്പരപ്പെട്ട പ്രാർത്ഥനകൾ, ഉള്ളിൽ ചൊല്ലിയ തിരുവചനം, അതെല്ലാം പൂർണ്ണമാകുന്ന, സാക്ഷാത്കരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ശമാശന്മാർ എത്രയോ ആളുകളോട് കടപ്പെട്ടവരാണ്. ദൈവത്തോട്, മാതാപിതാക്കളോട്, ഗുരുക്കന്മാരോട്, സൺഡേ സ്കൂൾ അധ്യാപകരോട്, കാലാകാലങ്ങളിൽ ഇടവുകളിൽ ശുശ്രൂഷ ചെയ്ത പട്ടക്കാർ, സെമിനാരി അധ്യാപകർ, ദൈവത്തെയും സഭയെയും സ്നേഹിക്കുന്ന ദൈവജനം, മോശയ്ക്ക് മുൾപ്പടർപ്പും യെശയ്യാവിന് ദേവാലയത്തിൽ ലഭിച്ച ഉൾവെളിച്ചവും, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ പൗലോസിന് ലഭിച്ച ദൈവ അനുഭവവും ജീവിത ദൗത്യത്തിന് പ്രയോജനമായതുപോലെ, പ്രചോദനം നൽകിയതുപോലെ ഈ ശമാശന്മാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു വലിയ പ്രചോദനം ഉണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശമ്മാശ് ദൈവിക ശുശ്രൂഷയുടെ അടിത്തറയാണ്. പലപ്പോഴും നാം ഇതിനെ കാണുന്നത് കേവലം 2 ആഴ്ച മാത്രം നിൽക്കുന്ന ഒരു നിയോഗം. പക്ഷേ ഇതൊരു ജീവിത ശൈലിയാണ്. നിത്യ ശമ്മാശ് വൈദികനിൽ, എപ്പിസ്കോപ്പായിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മേശമേലുള്ള ശുശ്രൂഷയും ദാസ്യ ശുശ്രൂഷയും അതിൻ്റെ മുഖമുദ്രയാണ്. വിനയാന്വിതമായ ജീവിതവും ജീവിത ശൈലിയും ഒരു ശമ്മാശിനിൽ ഉണ്ടായിരിക്കണം. പുതിയ നിയമത്തിലെ ആദ്യത്തെ ശമ്മാശ് സ്തെഫാനോസ് ആണല്ലോ. രക്തസാക്ഷ്യ അദ്ദേഹത്തിൻ്റെ സ്ഫുടം ചെയ്ത വാക്കുകൾ ഭാസുരമായ ആത്മീയ വിശകലനം കൊണ്ട് സഭയെ ധന്യമാക്കിയ ആ വീരയോദ്ധാവിൽ നിന്നും നിർഭയത്വത്തിൻ്റെ ഒരു ദർശനം എല്ലാ ശമ്മാശന്മാരും പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ നിയോഗങ്ങൾക്കും ഒരു റിസ്ക് ഉണ്ട്. എവരി ഡിവൈൻ ഓർഡിനേഷൻ ഈസ് എ റിസ്ക് ഫാക്ടർ. ഒരുപക്ഷെങ്കിൽ രക്തസാക്ഷിത്വമല്ലായിരിക്കാം, പല തരത്തിലുള്ള നിഷേധങ്ങളും റിജക്ഷൻസും ഒക്കെ ആയിരിക്കാം. എന്നാൽ അവിടെ സത്യത്തിൻ്റെ ശബ്ദം, ഇടിനാദം പോലെ പ്രഖ്യാപിച്ച പ്രവാചക ദർശനം, എരിയുന്ന ഒരു അഗ്നി, മോശ കണ്ടെത്തിയ കെടാത്ത തീയുടെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ കത്തി നിൽക്കണം. ആ അഗ്നി കത്തണമെങ്കിൽ ദൈവാത്മാവിന് വിധേയപ്പെടണം. നമ്മുടെ ശമാശ പടംകൊടയിൽ പാടുന്ന പാട്ട് എത്ര ശ്രദ്ധേയമാണ്. നിത്യം ഉഷസ്സിലും അന്തിയിലും പ്രാർത്ഥിപ്പോരിവർ. എത്രയോ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. എത്രയോ ആളുകൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് ഇവരുടെ ഉള്ളിൽ കെട്ടുപോകാത്ത ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായ അഗ്നി കത്തി എരിയുന്നത്. വായിച്ച വേദഭാഗം നമുക്ക് പരിചിതമായ ഭാഗമാണല്ലോ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. ഈ വാക്യത്തിൽ 2 ഇമേജറീസ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഒന്ന് കാവൽക്കാരൻ, 2 ദൈവവചനത്തിൻ്റെ ചുരുൾ ഭക്ഷിക്കുന്ന ഒരു സുവിശേഷകന്റെ ദർശനം. യെഹെസ്കേൽ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ ബലപ്പെടുത്തുന്നു. ബൂസിയുടെ മകൻ 30-ാം വയസ്സിൽ പ്രവചന ശുശ്രൂഷ ആരംഭിച്ചു. യെശയ്യാവിൻ്റെ സമകാലികനായിരുന്നു.
പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയും ആരാധനയുടെ മഹത്വവും ഉയർത്തിപ്പിടിച്ച പ്രവാചകൻ പ്രത്യാശയുടെ ഒരു ഉപാസകനായിരുന്നു. ഭാവന സമ്പന്നമായ ഒരു കവിഹൃദയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വിശ്വാസ ത്യാഗം, അവിശ്വസ്തത, അശുദ്ധി, വിഗ്രഹാരാധന എന്നീ പാപത്തിൻ്റെ പ്രകടഭാവങ്ങളെ ശക്തമായി എതിർത്ത പ്രവാചകനായിരുന്നു യെഹെസ്കേൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രവാസ കാലഘട്ടത്തിൽ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടാതെ ദൈവ കൃപയിലുള്ള ആശ്രയം കാത്തുസൂക്ഷിച്ച പ്രവാചകനാണ്. ഒരിക്കൽ പ്രതാപശാലികളായ ജനതയുടെ നടുവിൽ നിന്നവനാണ്. അടിമത്വത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. ബഹുത്തായ അടിമത്ത അനുഭവങ്ങളിൽ, നാമാവിശേഷമായ പരിസരങ്ങളിൽ ഇസ്രയേൽ ജനത ഛിന്ന ഭിന്നമായി. അവർക്ക് കേവലം ഭൂമിശാസ്ത്രപരമായ സ്ഥാനഭ്രംശം സംഭവിച്ചു. അതുമാത്രമല്ല, അസ്ഥിരത, രാജ്യമില്ല, രാജാവില്ല, വചനമില്ല, ആലയമില്ല, ആരാധനയില്ല, യാതൊരു പ്രഖ്യാപനവും വിശ്വാസ പ്രഖ്യാപനവും ഇല്ലാത്ത ഒരു സാഹചര്യം. അവരെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവരുടെ നാവിൽ പാട്ടില്ല, അവരുടെ കിന്നരങ്ങൾ അലറി വൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. സാമൂഹ്യ ആത്മീയ ചുറ്റുപാടിൽ സംഭവിച്ച ഈ അപജയം ഈ ജനത്തെ തകർത്തു കളഞ്ഞു. എന്നാൽ അവരുടെ നിൽക്കുന്ന പ്രവാചകൻ നിരാശപ്പെട്ടില്ല. ദൈവത്തിലൊരു പ്രത്യാശ കണ്ടെത്തി ഈ ജനതയുടെ ഇടയിൽ കാവൽക്കാരനായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു കാവൽക്കാരൻ എന്ന ദർശനത്തിലൂടെ ഈ സഭയുടെ ഷമ്മാശ് സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരോട് രണ്ട് ചിന്തകൾ പങ്കുവെച്ച് അവസാനിപ്പിക്കാം. ഒന്ന്, ദൈവവചനത്തെ ദൈവ അനുഭവത്തെ ദീപ്തമാക്കുന്ന വചന അനുഭവം. ദൈവ അനുഭവത്തെ ദീപ്തമാക്കുന്ന വചന അനുഭവം. യെഹെസ്കേൽ 2-3 അധ്യായങ്ങൾ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ഇടം. അവിടെ വായിക്കുന്നു, കേബാർ നദീ തീരത്ത്. ദൈവ സാന്നിധ്യം ഒരാരാധന ഇടം ഒന്നും അല്ല, ദേവാലയത്തിൻ്റെ അകത്തളമല്ല, ദൈവജനത്തിൻ്റെ ഇടയിലുമല്ല, മറിച്ച് വന്യമായ ഒരു നദീ തീരത്ത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ആ വാക്ക് എത്ര ശ്രദ്ധേയമാണ്. ബെൻ ആഡം ഹീബ്രു പദമതാണ്. എ വൾണറബിൾ മാൻ. അല്ലയോ ബലഹീനനായ മനുഷ്യ, നിനക്ക് ഒരിടം ഇല്ല എന്നത് നീ മനസ്സിലാക്കണം. പക്ഷേ അങ്ങനെയുള്ള ബലഹീനനായ മനുഷ്യനോട് ദൈവം പറയുന്നു, നീ കുനിഞ്ഞിരിക്കുകയല്ല, നിവർന്നു നിൽക്കുക. നിവർന്നു നിൽക്കുവാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ ഞാൻ ഊതുന്നു, അല്ലെ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ പകരുന്നു. ഈ ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുമ്പോൾ കുനിഞ്ഞു നിൽക്കുന്ന നിന്റെ ജീവിതഭാവം മാറും. നീ എഴുന്നേറ്റ് നിൽക്കുന്ന ശക്തനായ ഒരു ദൈവ മനുഷ്യനായിട്ട് മാറും. അത് മാത്രമല്ല, നിവർന്നു നിൽക്കുന്നവനോട് പറയുകയാണ്, നീ വചനത്തിൻ്റെ ചുരുൾ ഭക്ഷിക്കുക. ഈ വചനത്തിൻ്റെ ചുരുൾ നീ നോക്കുമ്പോൾ അകത്തും പുറത്തും എഴുത്ത് ഉണ്ട്. അതിൽ പറയുന്നു, വിലാപങ്ങളും സങ്കടങ്ങളും കഷ്ടവും അതിലുണ്ട്. അതുകൊണ്ട് പ്രവാചകനോട് ഈ ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, വിലാപവും സങ്കടവും കഷ്ടവും ദുഃഖവും ഒക്കെ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നീ ദൈവത്തിൻ്റെ വചനം നിന്റെ മേൽ ഞാൻ നൽകുന്നത്. എന്താണ് പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്നത്? ആകുലതകളും സംഘർഷങ്ങളും വിലാപവും നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട്. മാത്രമല്ല, എൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ ദൈവത്തിൻ്റെ വചനം, ആ ചുരുൾ നീ ഭക്ഷിക്കണം. നീ ഭക്ഷിച്ചത് പങ്കുവയ്ക്കണം. നീ പങ്കിടുമ്പോൾ
ദുഃഖവും വിലാപവും സങ്കടവും അനുഭവിക്കുന്ന മനുഷ്യർക്ക് അതൊരു പ്രതീക്ഷയുടെയും അടയാളമാണ് എന്ന് പ്രവാചകനെ ഓർമ്മിപ്പിക്കുകയാണ്. വ്യസനപ്പെടുകയും മനസ്സിൻ്റെ ഉഷ്ണം പേറുകയും ചെയ്യുന്ന ജീവിതങ്ങളുടെ ഇടയിൽ വചനം പങ്കിടുക. നിനക്ക് സന്തോഷത്തിൻ്റെ ഒരിടമല്ലായിരിക്കാൻ ചിലപ്പോൾ പ്രവർത്തിക്കാൻ തരുന്നത്. ജീവിതത്തിൽ ഉഷ്ണം പേറി നിൽക്കുന്ന സംഘർഷഭരിതമായ ഒരു ജനതയുടെ ഇടയിൽ നീ ഈ ചുരുൾ ഭക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നത് ആയിരിക്കണം. നീ മുറിവേൽക്കുമ്പോഴും വേദനപ്പെടുമ്പോഴും സത്യം സംസാരിക്കുക. അത് വചനത്തിലൂടെ ലഭിക്കുന്ന സത്യം ആയിരിക്കും. അത് നീ സംസാരിക്കണം. നീ ആരുടെയും സ്വന്തമല്ല, പക്ഷേ എല്ലാവരുടേതുമാണ്. നീ ദൈവത്തിൻ്റെ വകയാണ്. ഇതാണ് പ്രവാചകനെ ദൈവം ഓർപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ ഉയർപ്പിന് ശേഷം 2 ശിഷ്യന്മാർ എമ്മൗസിൽ നിന്ന് യെരൂശലേമിലേക്ക് പോകുന്നു. അവരുടെ നിരാശയിലും സംഘർഷത്തിലും തർക്കത്തിലും വാദത്തിലുമൊക്കെ അപരിചിതനായ ഒരാൾ ചേർന്ന് നടക്കുന്നു. വചനം വ്യാഖ്യാനിക്കുന്നു. ആ വചന വ്യാഖ്യാനം അവരുടെ ഉള്ളു കത്തിച്ചു. അവരുടെ ഉഷ്ണം പേറിയ ആ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. ഈ അപരിചിതൻ അവരുടെ സഹയാത്രികനായിട്ട് മാറുന്നു. ആ സഹയാത്രികൻ അവർക്ക് അപ്പം നുറുക്കിക്കൊടുക്കുന്നു. അവരെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തിരിച്ച് അറിഞ്ഞു. അവർ എവിടെ പരാജയപ്പെട്ടു അവിടേക്ക് മടങ്ങിപ്പോവുകയാണ്. അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ട ശമ്മാശന്മാരെ, വെല്ലുവിളിക്കുന്ന, വില ഇരുത്തുവാനും തിരുത്തുവാനും വിശ്വാസത്തോടെ അതിജീവിക്കുവാനും കഴിയുന്ന ദൈവവചനം ഭക്ഷിക്കുക. ആ വചനം ഉള്ളിലാക്കുക. മാത്രമല്ല അത് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്ന നല്ല ശുശ്രൂഷകരായി തീരുക. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. സഭയുടെ ദർശനം അതാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പ്രതിസന്ധികളെ ആത്മബന്ധമുള്ള അക്ഷരക്കൂട്ടമായി ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ. 2, ദൈവജനത്തിൻ്റെ കാവൽക്കാരാകുക. ദൈവജനത്തിൻ്റെ കാവൽക്കാരാകുക. പ്രവാസത്തിൽ ജീവിക്കുന്ന ഒരു ജനത പരസ്പരം മത്സരിക്കുന്നു. റിബല്യസ് നേച്ചർ ഓഫ് ദാറ്റ് പീപ്പിൾ. ദിശ തെറ്റി യാത്രയാകുന്നവർ. ഇവിടെ ദൈവാത്മാവ് പ്രവാചകനോട് പറയുകയാണ്, ഇല അനക്കങ്ങൾ പോലും ചെറിയ ശബ്ദങ്ങൾ പോലും തിരിച്ചറിയുന്ന ജാഗ്രതയുള്ളൊരു മനുഷ്യനായിട്ട് നീ മാറണം. മനുഷ്യപുത്ര, അവനോട് പ്രവാചകനോട് പറയുകയാണ്, നീ ഇല അനക്കങ്ങൾ കൊച്ചു ശബ്ദങ്ങളും തിരിച്ചറിയുന്ന ജാഗ്രതയുള്ള ഒരു കാവൽക്കാരനായിട്ട് ഇരിക്കണം. കാവൽക്കാരൻ സംരക്ഷകനാണ്. ഒരു സെക്യൂരിറ്റിയാണ് കാവൽക്കാരനിലൂടെ ലഭിക്കുന്നത്. ആ കാവൽക്കാരൻ ജാഗ്രതയുള്ളവൻ ആയിരിക്കണം. നമ്മുടെ നോട്ടക്കുറവും ശ്രദ്ധക്കുറവും എത്ര ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന് എത്ര നഷ്ടങ്ങൾ നമ്മുടെ ഒരു ജാഗ്രതയില്ലായ്മയിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഒരു കാലം. എത്ര രോഗികൾ മരണപ്പെടുന്നു. ജാഗ്രത നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രതയുള്ള കാവൽക്കാരായിട്ട് തീരുക. 2, കാവൽക്കാരനെ സംബന്ധിച്ച് പറയുന്നത് ചുറ്റുപാടുകളെക്കുറിച്ച് നല്ല അവബോധമുള്ളവരായിരിക്കും. എന്ത് ചുറ്റും സംഭവിക്കുന്നു, ചുറ്റുപാടുകളെ വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം. ജാഗ്രതയുള്ളവനും ചുറ്റുപാടുകളെ വിലയിരുത്തുന്നവനും മാത്രമല്ല ചേർത്ത് നിർത്തുന്നവനും കൂട്ടുകൂടുവാനും കാവൽക്കാരന് സാധിക്കണം. കാവൽക്കാരൻ അകന്നു നിൽക്കുന്നവനല്ല, മാറി നിൽക്കുന്നവനല്ല, പിന്നെയോ കൂട്ടുകൂടുവാനും അതുപോലെ തന്നെ ചേർത്ത് നിർത്തുവാനും കഴിയുന്നവൻ ആയിരിക്കണം. സഭയും പട്ടത്ത ശുശ്രൂഷയും സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു കാലമാണ്. ക്രൈസിസ് ഓഫ് ഇർറെലവൻസ്. പലപ്പോഴും എന്തിന് ഇത്തരത്തിലുള്ള ശുശ്രൂഷയിൽ പ്രവേശിച്ചു എന്ന് ചിലപ്പോഴൊക്കെ നമ്മുടെ
ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരും. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. നാം റെലവൻ്റാണ്. ചേർത്ത് നിർത്തുമ്പോഴും ചുറ്റുപാടുകളെക്കുറിച്ച് അവബോധമുള്ളവരും ജാഗ്രതയുള്ളവരുമായി തീരുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ റെലവൻ്റാണ് എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ട ശമ്മാശന്മാർ, നിങ്ങൾ പ്രവേശിക്കുന്ന അജപാലന ശുശ്രൂഷ ഉന്നതവും എന്നാൽ വെല്ലുവിളി നിറഞ്ഞതും ആകുന്നു. അതിജീവനത്തിനുള്ള കരുത്ത് ദൈവം തരും. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചിന്ത, എന്നെ നിരന്തരം വഴി നടത്തുന്ന ദൈവ സാന്നിധ്യവും ദൈവവചനവും മുറിച്ചു കൊടുക്കുവാനും പങ്കിടുവാനും സാധിക്കണം. നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത് കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച ഒരു വൈദികനെക്കുറിച്ച് ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ കളമശ്ശേരി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് വടാട്ടുമാറ, പൊയ്ക, ഉരുളൻതണ്ണി തുടങ്ങിയ ഹൈ റേഞ്ച് മേഖലകളിൽ പ്രവർത്തിച്ച പ്രിൻസ് കോരയച്ചൻ മഴ പെയ്താൽ ദേവാലയം കുതിരും, ആളുകൾക്ക് വരാൻ പ്രയാസമാണ്. പക്ഷെ അച്ഛൻ ഒരിക്കൽ പോലും ആരാധന മുടക്കിയിട്ടില്ല. എങ്ങനെ അവിടെ എത്തിച്ചേരും. ആളുകൾ കുറച്ചേ കാണൂ, പക്ഷേ അന്ന് അച്ഛൻ തയ്യാറാക്കിയ പ്രസംഗം വളരെ ഹൃദ്യമായി ആളുകളോട് പങ്കുവയ്ക്കും. ഒരിക്കലും ജാഗ്രത ഇല്ലാതെ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അച്ഛൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഷാജി ജോർജ് സാറിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം നീര് തേടുന്ന വേരുകൾ, അതിൽ എഴുതിയിരിക്കുന്നു, അനുഗ്രഹീത ഇടയ വെളിച്ചം. വചനത്തിൻ്റെ കണ്ണാടിയിലൂടെ ദൈവജനത്തെ കാണുകയും വചന വെളിച്ചം നൽകുകയും ചെയ്ത പ്രിയ അച്ഛൻ എനിക്ക് ഒരു ഗുരു വെളിച്ചവും അഭിമാന ഇടയ വെളിച്ചവും ആയിരുന്നു. ലോകത്തിൻ്റെ മുൻപിൽ ഒരു പക്ഷെങ്കിൽ അച്ഛൻ കടക്കാരനായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ അച്ഛനൊരു അക്ഷയനിധിയാണ്. ഈ തലമുറയിലെ വൈദികർക്ക് അച്ഛനൊരു വെല്ലുവിളിയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. വചനം പങ്കിടുക, മുറിച്ചു കൊടുക്കുക, ഉള്ളിൽ കത്തുന്ന ആളുകൾക്ക് ആശ്വാസമായിട്ട് വചനം നൽകുക. കാവൽക്കാരൻ, ചേർത്ത് നിർത്തുന്നവൻ, ജാഗ്രതയുള്ളവൻ. ഈ ദർശനത്തോടുകൂടെ ഈ സഭയ്ക്ക്, ദൈവജനത്തിന് അനുഗ്രഹ ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയപ്പെട്ട ശമ്മാശന്മാർക്ക് ദൈവം സഹായിക്കട്ടെ. വൈദികർക്ക് എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കും.